സെയ്റ്റൻ എന്ന് പറയുന്നത് മുഖ്യദൂതനായിരുന്ന ലൂസിഫർ അനുസരണക്കേട് കാണിച്ച് സ്വയം തീരുമാനമെടുത്ത് തിന്മയായിട്ട് ഒരു ഈവളായിട്ട് രൂപാന്തരപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഒരു ഭൂതോച്ചാടനം? അപ്പോൾ തിന്മയുടെ ശക്തി വർദ്ധിപ്പിക്കണമെങ്കിൽ പിശാചിന് ആത്മാക്കളെ കൂടുതലായിട്ട് തന്നിലേക്ക് ചേർത്തുകൊണ്ടിരിക്കണം. അതാണ് പിശാചിന് ഇതിൻ്റെ മേലുള്ള ഒരു ഇൻട്രസ്റ്റ്. അപ്പോൾ അവരുടെ ബാഹ്യ മനുഷ്യനും ആന്തരിക മനുഷ്യനും പിശാചിൻ്റെ പ്രവർത്തനത്തിന് അടിമപ്പെടുന്നു. പിന്നെ അവർ പിശാച് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഇങ്ങനൊരു പ്രത്യേക സാഹചര്യം വരുമ്പോഴാണ് എക്സോർസിസം പ്രാർത്ഥന നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. പിശാചിൻ്റെ ആവാസം വഴി ഉണ്ടാകുന്ന മാനിഫെസ്റ്റേഷൻസും മാനസിക രോഗം വഴി ഉണ്ടാകുന്ന മാനിഫെസ്റ്റേഷൻസും ബാഹ്യ ലോകത്തിൽ ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ അത് പരിചയസമ്പന്നനായ ഒരു എക്സോർസിസ്റ്റിനെ അറിയാൻ പറ്റുള്ളൂ. അവർ ലൂസിഫർ ആരാധനക്കാരാണ്. അതുപോലെ ഇല്ലൂമിനാന്തി ഗ്രൂപ്പുണ്ട്. ഇപ്പോഴത്തെ ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ ന്യൂ ഏജ് മൂവ്മെൻറ്റ്. ഇവരൊക്കെ ബോധപൂർവം പിശാച് തൻ്റെ ആത്മാവിനെ വിറ്റിരിക്കുന്നവരാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മാത്രമേ ആത്മാക്കളെ പിശാചിൻ്റെ അടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒരു ആത്മീയ സമരമുണ്ട്, ഒരാത്മീയ പോരാട്ടമുണ്ട്, ഒരാത്മീയ യുദ്ധമുണ്ട്. ഈ ആത്മീയ യുദ്ധത്തിൽ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം കിട്ടും. നമസ്കാരം. ചോദ്യമുത്തരം എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ചോദ്യമുത്തരത്തിൽ നമ്മളോടൊപ്പമുള്ളത് പ്രശസ്ത ധ്യാനഗുരുവും എക്സോർസിസ്റ്റും അതോടൊപ്പം ബാംഗ്ലൂർ ലോഗോസ് ധ്യാന കേന്ദ്രത്തിൻ്റെ കഴിഞ്ഞ 14 വർഷമായുള്ള ഡയറക്ടറുമായ ഫാദർ ജോസ് വെട്ടിയാങ്കൽ വി സി അച്ഛനാണ്. അച്ഛൻ നമ്മളോട് ഇന്ന് എക്സോർസിസത്തെക്കുറിച്ചും സഭയുടെ ഔദ്യോഗിക പഠനങ്ങളെക്കുറിച്ചും ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു. അച്ഛനെ നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അച്ഛാ, സ്വാഗതം. എത്ര നാളായി അച്ഛൻ ഈ ഒരു ധ്യാന മേഖലയിലേക്ക് കടന്നു വന്നിട്ട്? ധ്യാന മേഖലയിൽ ഏകദേശം 42 വർഷങ്ങളായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈദികനാകുന്നതിന് മുമ്പ് തന്നെ 4 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ധ്യാന ശുശ്രൂഷയിൽ സജീവമായി പ്രവർത്തിക്കാനായിട്ട് ആരംഭിച്ചു. 1988 ജനുവരി മാസം 4-ാം തീയതി പൗരോഹിത്യം സ്വീകരിച്ചതിന് ശേഷം സുവിശേഷ വേലയിൽ പൂർണ്ണമായും തന്നെ മുഴുകി ജീവിക്കുകയാണ്. വൈദികനായിട്ട് 38 വർഷം ഈ ധ്യാന ഫീൽഡിൽ ആണ് ജോലി ചെയ്യുന്നത്, ശുശ്രൂഷ ചെയ്ത് വരികയാണ്. ഏകദേശം 42 വർഷത്തോളമായി സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. അച്ഛൻ എങ്ങനെയാണ് എക്സോസിസ്റ്റ് ആ ഒരു ഭൂതോച്ചാടനം ആ ഒരു മേഖലയിലേക്ക് കിടന്നത്? അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കൃപാവരമാണ്. ജനിക്കുമ്പോഴേ തന്നെ ദൈവം നമ്മളെ ചില കാര്യങ്ങൾക്കായിട്ട് വിളിച്ച് മാറ്റി നിർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ചിലരെ പൗരോഹിത്യത്തിലേക്ക്, ചിലരെ സന്യാസത്തിലേക്ക്, വേറെ ചിലരെ കുടുംബജീവിതത്തിലേക്ക്, മറ്റ് ചിലരെ ഏകസ്ഥരായിട്ട് ക്രിസ്തുവിന് ശുശ്രൂഷകനായിട്ട് മാറ്റി നിർത്തുന്നുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോഴേ തന്നെ ദൈവം തൻ്റെ പ്ലാനുകളും പദ്ധതികളും പൂർത്തിയാക്കിയതാണ്. കാലത്തിൻ്റെ തികവിൽ നമ്മളത് തിരിച്ചറിയുന്നു. സഭ അത് തിരിച്ചറിയുമ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളെ സഭയിൽ എക്സോർസിസ്റ്റായിട്ട് ഒരു മെത്രാൻ നിയമിച്ച് ആക്കുന്നു. ഒരു മെത്രാനാണ് ഈ അച്ഛന് ഈ കൃപാവരം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കേണ്ടത്. അതിനുശേഷം അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് കൊടുത്ത് സഭയിൽ ഒരു പബ്ലിക് എക്സോർസിസ്റ്റായിട്ട് നിയമനം നൽകുകയാണ്. ഞാൻ ഈ വിളി തിരിച്ചറിയുന്നത് ഏകദേശം 4 വയസ്സായപ്പോഴാണ് എനിക്ക് പൗരോഹിത്യത്തിലേക്ക് വിളിയുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അതിനുശേഷം 1984 മുതൽ വൈദികനാകുന്നതിന് മുമ്പ് തന്നെ സുവിശേഷ വേല ചെയ്യുമ്പോൾ ചില ആളുകളിലൊക്കെ പൈശാചിക ശക്തികളുടെ സ്വാധീനങ്ങൾ ഉള്ളതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ, ചില ഭവനങ്ങളിൽ പൈശാചിക ശക്തികളുടെ സ്വാധീനം ഉള്ളതായിട്ട് ശ്രദ്ധിച്ചു. അവിടെ ഞാൻ തന്നെ ഒരു പ്രാർത്ഥന ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ചെല്ലുമ്പോൾ അത്തരത്തിലുള്ള ഒരു പീഡകൾ അതല്ലെങ്കിൽ ഒരു പൈശാചിക പ്രവർത്തനങ്ങൾ അപ്രത്യക്ഷമാകുന്നതായിട്ട് ഞാൻ കണ്ടു.
അപ്പോൾ എനിക്ക് മനസ്സിലായി, പിശാചുകളുടെ മേൽ ദൈവം എനിക്ക് അധികാരം നൽകിയിട്ടുണ്ട്. അത് പിന്നീട് സഭ അംഗീകരിച്ച് എക്സോർസിസ്റ്റായിട്ട് നിയമിച്ചിരിക്കുകയാണ്. അച്ഛാ, ഈ 4 വയസ്സിലാണ് അച്ഛന് ആദ്യമായിട്ട് ദൈവവിളി ഉണ്ട് എന്നുള്ളത് അച്ഛനത് മനസ്സിലായെന്ന് പറഞ്ഞു. അതെങ്ങനെയായിരുന്നു ആ അനുഭവം? 4 വയസ്സായപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ടൊരു സ്വപ്നം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് എനിക്ക് സ്വപ്നങ്ങളുണ്ടായിട്ടില്ല. ആ സ്വപ്നത്തിൽ ഞാൻ സ്വർഗത്തെക്കുറിച്ച് ആണ് കാണുന്നത്. സ്വർഗത്തിൽ ചെന്നു ഈശോയെയും മാതാവിനെയും പിതാവായ ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും മാലാഖമാരെയും എല്ലാം കണ്ടു. ഒരു രാത്രി മുഴുവനും ഞാൻ ആ സ്വപ്നത്തിൽ സ്വർഗത്തിലായിരുന്നു. അതിരാവിലെ ഞാൻ എഴുന്നേറ്റു. അപ്പോൾ എൻ്റെ അമ്മ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ സ്വപ്നം ഒന്ന് പറയണമെന്ന് കരുതിക്കൊണ്ട് ഞാൻ എഴുന്നേറ്റു. ഞാൻ അടുക്കളയിൽ ചെന്നു. ആദ്യമായിട്ട് അമ്മയോട് ഇങ്ങനെ ഒരു സ്വപ്നം പറഞ്ഞു. ഞാൻ സ്വർഗത്തിൽ പോയി, സ്വർഗത്തിൽ ഇന്ന കാര്യങ്ങളെല്ലാം കണ്ടു, അതിമനോഹരമാണ്. അമ്മ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു, സ്വർഗം അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഏതാണ്ട് അമ്മ എല്ലാ ദിവസവും സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന പോലെയാണ് പറഞ്ഞത്. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു, ആ സ്ഥലത്ത് എല്ലാ ദിവസവും പോകാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് കിട്ടിയ ഉത്തരവ് ഇതാണ്: വിശുദ്ധർ മാത്രമേ സ്വർഗത്തിൽ എല്ലാ ദിവസവും പോകാറുള്ളൂ. ഞാനൊരു ചോദ്യം ചോദിച്ചു, ആരാണ് ഈ വിശുദ്ധർ? അത് വൈദികർ മാത്രമേ വിശുദ്ധരുള്ളൂ, ബാക്കിയുള്ളവരൊന്നും എല്ലാ ദിവസവും സ്വർഗത്തിൽ പോവുകയില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഈ വൈദികരെല്ലാവരും എല്ലാ ദിവസവും സ്വർഗത്തിൽ പോയി ഇതെല്ലാം കണ്ട് തിരിച്ചു വന്ന് ജനങ്ങളോട് സംസാരിക്കുന്നവരാണ്. എനിക്കൊരു വൈദികനാകണം എന്നൊരു തീരുമാനം ഞാൻ ആ അടുക്കളയിൽ വെച്ച് എടുക്കുകയാണ്. ആ തീരുമാനത്തിനോ ആ സ്വപ്നത്തിനോ ഇന്നുവരെ മാറ്റം വന്നിട്ടില്ല. എന്തായാലും അതൊരു നല്ലൊരു അനുഭവം അച്ഛൻ്റെ ഒരു ദൈവവിളിയുമായി ബന്ധപ്പെട്ട്. ഈ എക്സോർസിസത്തെ കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഒരു ഭൂതോച്ചാടനം? പലപ്പോഴും ആ ഒരു പേര് കേൾക്കുമ്പോൾ പലരുടെ ഉള്ളിൽ ചിലപ്പോൾ പേടി വരുന്നുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് എക്സോർസിസം പറയുന്നത്, മലയാളത്തിൽ ഭൂതോച്ചാടനം എന്ന് പറയുമ്പോൾ ഭൂതങ്ങളെ ഒഴിപ്പിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭയം, അല്ലെങ്കിൽ അത്തരത്തിൽ ഭൂതങ്ങളുണ്ടോ എന്നൊക്കെ ചിന്ത ജനങ്ങളുടെ ഉള്ളിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ എക്സോർസിസം? സഭയുടെ പഠനം എന്താണ്? സഭയുടെ ഔദ്യോഗിക പഠനം അനുസരിച്ച് വേദപാഠ പുസ്തകത്തിൻ്റെ ചെറിയ പതിപ്പ് 74-ാമത്തെ ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുന്ന എങ്ങനെയാണ്: പിശാചുക്കളും ദുരാത്മാക്കളും, അല്ലെങ്കിൽ സെയ്റ്റൻ ആൻഡ് ഡീമൺസ്. സെയ്റ്റൻ എന്ന് പറയുന്നത് മുഖ്യദൂതനായിരുന്ന ലൂസിഫർ അനുസരണക്കേട് കാണിച്ച് സ്വയം തീരുമാനമെടുത്ത് തിന്മയായിട്ട് ഒരു ഈവളായിട്ട് രൂപാന്തരപ്പെടുകയാണ്. അദ്ദേഹത്തോട് സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നതനുസരിച്ച് 3/2 മാലാഖമാർ ദൈവത്തിനോട് ചേർന്ന് നിൽക്കാൻ തീരുമാനമെടുത്തു. 1/3 മാലാഖമാർ ലൂസിഫറിനോട് ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചു. അതാണ് പിശാചിൻ്റെയും ദുരാത്മാക്കളുടെയും ഉത്ഭവമായിട്ട് സഭ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഔദ്യോഗികമായ സഭയുടെ പ്രമാണരേഖ കിടക്കുന്നത് കൊമ്പൻറ്റിയും 74-ാമത്തെ ഖണ്ഡികയിലാണ്. പിശാചുക്കളും ദുരാത്മാക്കളും എന്ന് പറയുന്ന ഖണ്ഡിക. അവരുടെ മുഖ്യ പ്രവർത്തനം ദൈവത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റുക. അത് പ്രലോഭനത്തിലൂടെ ഒന്ന് പരിശ്രമിച്ചു നോക്കും. പ്രലോഭനം വിജയിച്ചില്ലെങ്കിൽ പീഡനങ്ങൾ ആരംഭിക്കും. അപ്പോൾ മനുഷ്യൻ മനസ്സ് മടുത്ത് ദൈവത്തെ ഉപേക്ഷിച്ച് പിശാചിൻ്റെ പക്ഷത്ത് ചേരാനും പിശാചിനെ ആരാധിക്കാനും തുടങ്ങിയേക്കാം. അതോടെ പിശാചിൻ്റെ ഉപദ്രവം അവസാനിക്കും. പക്ഷേ ആത്മനാശം സംഭവിച്ചിരിക്കും. ഈ ഭൂമിയിലെല്ലാം പിശാച് അവർക്ക് കൊടുക്കും. കാരണം നശിപ്പിക്കുവാനും കൊല്ലാനും വന്നിരിക്കുന്ന പിശാച് പിന്നെ അവരെ ഉപദ്രവിക്കുന്നില്ല. ഈ ലോകത്തിലെ ജീവിതം കഴിയുമ്പോൾ നരകത്തിൽ അവരെ കിട്ടുമല്ലോ. ഇപ്പോൾ പീഡിപ്പിച്ച് അവരെ നശിപ്പിക്കേണ്ട എന്ന് പിശാച് തീരുമാനിച്ച് വളരെയേറെ പ്രോത്സാഹനങ്ങൾ കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പോൾ സഭ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഒരു ആത്മീയ സമരമുണ്ട്, ഒരാത്മീയ പോരാട്ടമുണ്ട്, ഒരാത്മീയ യുദ്ധമുണ്ട്. ഈ ആത്മീയ യുദ്ധത്തിൽ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം കിട്ടും. അങ്ങനെ ഓരോ ദിവസവും നമുക്ക് വിജയം കിട്ടും. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 8-37 പറയുന്നു, ഈ ലോകത്തിൽ നമ്മൾ ഒരു വിജയാളികളാണ്. വി ആർ കോൺകറേഴ്സ് ഇൻ ദിസ് വേൾഡ്. ഡെവിൾ കനോട്ട് കോൺകർ അസ്. നമ്മൾ ഈശോയുടെ കൂടെ അല്ലെങ്കിൽ നമ്മളെ പിശാച് ചിലപ്പോൾ കോൺകർ ചെയ്യാം, നമ്മളെ അധീനപ്പെടുത്താം. അപ്പോൾ സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ദുരാത്മാക്കൾ ദൈവം സൃഷ്ടിച്ചതല്ല,
അവരുടെ തന്നെ സ്വയമായ ഒരു തീരുമാനത്താൽ പിശാചുക്കളാകാൻ അവർ തീരുമാനിച്ചു. ആ തീരുമാനം ഇറിവോക്കബിളാണ്. തിരിച്ചെടുക്കാനാവാത്തവണ്ണം അവർ തന്നെ ഒരു തീരുമാനമെടുത്തു. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു പ്രദേശം ദൈവം തിരിച്ചു കൊടുത്തു. അതിനെയാണ് നരകം എന്ന് പറയുന്നത്. അത് നരകമായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ച ആത്മീയ ലോകത്തിൻ്റെ ഒരു ഭാഗം പിശാചുക്കൾക്കായിട്ട് വേർതിരിച്ചപ്പോൾ അത് നരകമായിട്ട് മാറി. അവിടെ ദൈവത്തിൻ്റെ നന്മകളൊന്നും പ്രവർത്തിക്കാനില്ലാത്തതുകൊണ്ട് അത് അന്ധകാരത്തിൻ്റെയും ഒരു പീഡനത്തിൻ്റെയും സ്ഥലമായിട്ട് സ്വയമായിട്ട് രൂപാന്തരപ്പെട്ടു. ഇനി ഈ പിശാചുക്കളോ അല്ലെങ്കിൽ പിശാചോ ഒരിക്കലും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് വരികയില്ല. ദൈവത്തിൽ നിന്ന് മനുഷ്യരെ ഓരോരുത്തരായിട്ട് എടുത്ത് അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് പിശാചുക്കൾ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് പ്രത്യേകിച്ച് ശക്തി വർദ്ധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവം അതിശക്തനാണ്. ഏറ്റവും ശക്തി അല്ലെങ്കിൽ പരമോന്നതമായ ശക്തി ദൈവത്തിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. എന്നാൽ പിശാചുകൾക്ക് പരിമിതമായ ശക്തിയേ ഉള്ളൂ. പക്ഷെ ഒരു മനുഷ്യാത്മാവിനെ കൂടി കിട്ടുകയാണെങ്കിൽ പിശാചിന് അല്പം കൂടി ഒരു പവർ കിട്ടും. അതായത് ഒരു ആത്മാവിനെ കൂടി കിട്ടിക്കഴിയുമ്പോൾ പിശാചിൻ്റെ ആത്മശക്തി കുറച്ചുകൂടി വളരുന്നു. പക്ഷേ അതിനെ ദുരാത്മാവായിട്ട് കിട്ടിയാലേ പിശാചിന് ശക്തി വർദ്ധിക്കുകയുള്ളൂ. ഒരു നല്ല ആത്മാവിനെ പിശാചിന് കിട്ടിയിട്ട് കാര്യമില്ല, അവൻ്റെ ശക്തി വർദ്ധിക്കുകയില്ല. അപ്പോൾ തിന്മയുടെ ശക്തി വർദ്ധിപ്പിക്കണമെങ്കിൽ പിശാചിന് ആത്മാക്കളെ കൂടുതലായിട്ട് തന്നിലേക്ക് ചേർത്തുകൊണ്ടിരിക്കണം. അതാണ് പിശാചിന് ഇതിൻ്റെ മേലുള്ള ഒരു ഇൻട്രസ്റ്റ്. അപ്പോൾ എക്സോർസിസം എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ കയറുന്ന ആത്മാക്കളെ നമ്മൾ ഒഴിവാക്കും. അതായത് സഭയുടെ ഔദ്യോഗിക പ്രബോധനം അനുസരിച്ച് പിശാചുക്കൾക്ക് 4 പ്രവർത്തനങ്ങളാണ് ഉള്ളത്. ഒന്ന് സബ്ജക്ഷൻ. ജോബിൻ്റെ പുസ്തകത്തിലൊക്കെ പറയുന്നത് പോലെ പിശാച് നേരെ വന്ന് ഒരാളെ സബ്ജക്റ്റ് ചെയ്യുകയാണ്. ഒരു രാജാവ് വന്ന് വേറൊരു രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കുന്നത് പോലെ നമ്മുടെ സമ്മതം കൂടാതെ നമ്മളെ വന്ന് സബ്ജക്റ്റ് ചെയ്യുകയാണ്, കീഴടക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിലുണ്ടാകാം. ജോബാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് ഒരു ഒബ്സഷനാണ്. പിശാച് ഒബ്സഷൻ കൊണ്ടുവരും. നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അത് തിന്മയുടെ പ്രവൃത്തി ആയിരിക്കുകയും ചെയ്യും. പക്ഷേ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റുകയില്ല. അതിനെയാണ് സഭ പറയുന്നത് ഒബ്സഷൻ. മൂന്നാമതായിട്ട് പിശാചിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നത് ഇൻഫെസ്റ്റേഷനാണ്. ഒരു വസ്തുവോ വ്യക്തിയോ പ്രസ്ഥാനമോ ഒക്കെ ഈ പിശാചിൻ്റെ ഇൻഫെസ്റ്റേഷനിൽ വരാം. പിശാച് ആവസിച്ച് അതിനെ അധീനപ്പെടുത്തി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു പ്രവൃത്തിയിൽ മനുഷ്യന് വിടുതൽ കിട്ടണം. അതിനായിട്ട് സഭ ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യർ ആവശ്യപ്പെടുമ്പോൾ സഭ ഒരു പ്രാർത്ഥന ചെയ്യുന്നു. ആ പ്രാർത്ഥനയ്ക്കാണ് എക്സോർസിസം പ്രാർത്ഥന എന്ന് പറയുന്നത്. അതൊരു വ്യക്തിയെ വേണമെങ്കിൽ ഇതുപോലെ പൊസസ് ചെയ്യാം, സബ്ജക്റ്റ് ചെയ്യാം, ഇൻഫെസ്റ്റേറ്റ് ചെയ്യാം. നാലാമത്തെ പ്രവൃത്തിയായിട്ട് പിശാചിൻ്റെ പ്രവൃത്തിയായിട്ട് പറയുന്നത് പൊസഷനാണ്. അപ്പോൾ അവരുടെ ബാഹ്യ മനുഷ്യനും ആന്തരിക മനുഷ്യനും പിശാചിൻ്റെ പ്രവർത്തനത്തിന് അടിമപ്പെടുന്നു. പിന്നെ അവർ പിശാച് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോഴാണ് എക്സോർസിസം പ്രാർത്ഥന നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഭൂതോച്ചാടനം ഉപകാരപ്പെട്ട് വരുന്നത്. അത്തരത്തിൽ ഈ ഒരു അദൃശ്യ ശക്തികൾ എന്ന് പറയുന്നത് അപ്പോൾ പിശാചുക്കൾ അല്ലെങ്കിൽ ദുരാത്മാക്കൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവും അല്ലെങ്കിൽ വരുന്നത് മനുഷ്യനെ, അല്ലാണ്ട് ഈ പ്രേതം അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മരിച്ചവരെ ആത്മാക്കൾ വരുന്നു അല്ലെങ്കിൽ അവർ കൂടുന്നു ചില വ്യക്തികളിൽ അത്തരത്തിലൊക്കെ പറയുന്നു. മനുഷ്യ ആത്മാക്കൾ ഒരിക്കലും പ്രേതങ്ങളായിട്ട് വരികയോ പിശാചുക്കളായിട്ട് വരികയോ ചെയ്യില്ല. ഒന്നുകിൽ അവർ നരകത്തിൽ, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ, അല്ലെങ്കിൽ സ്വർഗത്തിൽ. ഇത്തരത്തിലുള്ള ആത്മാക്കൾക്ക് ഒരിക്കലും വന്ന് ഒരു മനുഷ്യനെ ആവസിക്കാൻ സാധ്യമല്ല. കാരണം അവർ മൂന്നിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആയിരിക്കും. അവിടെ നിന്ന് അവർ വന്ന് ഒരു മനുഷ്യനിൽ ആവസിക്കുക അസാധ്യമാണ്. പക്ഷേ ഈ മനുഷ്യൻ്റെ സ്വരത്തിലും മനുഷ്യൻ്റെ സ്വഭാവത്തിലും ഒക്കെ ചില ആളുകളിൽ ആവസിച്ചിട്ട് ആ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ, ആ മനുഷ്യൻ പ്രവർത്തിക്കുന്ന പോലെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് നെക്രോമസി. 1 സാമുവൽ 28-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനത്തിൽ സാവൂൾ പോയിട്ട് ഒരു മന്ത്രവാദിനിയായ സ്ത്രീയെ കണ്ടിട്ട് പറയുന്നുണ്ട്, സാമുവലിനെ വിളിച്ചു വരുത്തണം. അപ്പോൾ ഒരു മന്ത്രവാദി വിളിക്കുമ്പോൾ സാമുവൽ വരാൻ തക്കവണ്ണം അത്ര അധപതനം ഈ സാമുവലിന് സംഭവിച്ചിട്ടില്ല. പക്ഷെ ആരാണ് അവിടെ വന്നത്?
സാമുവലിൻ്റെ ഫാക്കൽറ്റീസ് എല്ലാം ഉള്ള, അതായത് കഴിവുകളും സ്വഭാവവും സ്വരവും ഉള്ള ഒരു പിശാചാണ് വന്നിരിക്കുന്നത്. ആ പിശാച് വന്നത് സാമുവലിൻ്റെ രൂപത്തിലാണ്. അതിനുശേഷം കുറേ വെളിപ്പെടുത്തലുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥ ഇന്നും ഈ ലോകത്തിലുണ്ട്. അതായത് മനുഷ്യനെ പോലെ തന്നെ വരുന്നു, മനുഷ്യ ആത്മാവിനെ പോലെ വരുന്നു. ആ മനുഷ്യനെ പോലെ തന്നെ ഈ മനുഷ്യൻ അല്ലെങ്കിൽ പൊസസ് ആയിട്ടുള്ള ആളുകൾ പിശാച് ആവശ്യിച്ച ആൾ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നു. പക്ഷേ അത് ആ മനുഷ്യൻ്റെ ആത്മാവല്ല. ആ മനുഷ്യൻ്റെ രീതികളെയും പ്രവൃത്തികളെയും അദ്ദേഹത്തിൻ്റെ കഴിവുകളെയൊക്കെ ഒരു പിശാച് ആവശ്യിച്ചെടുത്തിട്ട് ഒരു പിശാചാണ് വരുന്നത്. അതാണ് ഈ മനുഷ്യനിൽ പ്രവേശിക്കുന്നത്. ഒരിക്കലും ഒരു മനുഷ്യ ആത്മാവ് വേറെ ആത്മാവിൽ പ്രവേശിക്കാനുള്ള സാധ്യത ഇല്ല. സഭ അങ്ങനെ ഒരിക്കലും പഠിപ്പിക്കുന്നുമില്ല. ദുരാത്മാവ് ഒരു വ്യക്തിയിൽ കയറുന്നു എന്ന് പറയുന്നു. ഒരുപക്ഷെ നമ്മളിപ്പോൾ പഠനങ്ങൾ സഭയുടെ എല്ലാം പലപ്പോഴും പറയുന്ന ദൈവം മനുഷ്യൻ പിശാചും ഒരു അരൂപിയായിട്ട് എല്ലായിടത്തും ഉണ്ട്, മനുഷ്യരുടെ ഇടയിലുണ്ട് മനുഷ്യനെ. അപ്പോൾ അത്തരത്തിൽ എല്ലാവരുടെ ഉള്ളിലേക്കും പിശാച് കയറുന്നുണ്ടോ, അതോ എങ്ങനെയാണ് നമ്മൾ ഈ ദുരാത്മാവ് ഒരു വ്യക്തിയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ഏതൊരു വ്യക്തിയിലും പിശാചിന് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. ആദ്യത്തിൻ്റെ പാപം മൂലം പിശാചിന് ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം മനുഷ്യർ കൊടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം ഇന്നുവരെ ക്യാൻസലായിട്ടില്ല. ഈശോ മിശിഹ കുരിശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ പിശാചിനെ പരാജയപ്പെടുത്തി പിശാചിനെ കൊന്നില്ല. കൊളോസ്യ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 15-ാം വചനം, അവൻ കുരിശിൽ മരിച്ചപ്പോൾ പിശാചിനെ പരാജയപ്പെടുത്തി, പക്ഷേ പിശാചിനെ കൊന്നില്ല. സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നത് പിശാചിൻ്റെ ഈ ഒരു ചെറിയ അവകാശം ഇപ്പോഴും റീട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ആ അവശേഷിക്കുന്ന അവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് പിശാച് മനുഷ്യനെ കീഴടക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. അതിന് വേദപാഠ പുസ്തകത്തിൻ്റെ 407-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്, പിശാചിൻ്റെ ശക്തി പിശാചിന് വേണമെങ്കിൽ ഒരു മനുഷ്യനിൽ ഉപയോഗപ്പെടുത്താം. അത് ദൈവം അനുവദിച്ചിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തിന് അത് ക്യാൻസൽ ചെയ്ത് കളയാം. മാമോസ സ്വീകരിച്ചാലും ചില കാര്യങ്ങൾ നമ്മിൽ പിശാചിന് ചെയ്യാനായിട്ട് സാധിക്കും. പൂർണ്ണമായിട്ടും നമുക്ക് വിടുതൽ കിട്ടിയിട്ടില്ല. ഉത്ഭവഭാവത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചനം കിട്ടിയിട്ടുണ്ടെങ്കിലും പിശാചിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് ശരീരം മോചനം പ്രാപിച്ചിട്ടില്ല. അത് യേശുവിൻ്റെ 2ാമത്തെ വരവിൽ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു വിജയമുണ്ട് യേശുവിന്. ആ സമയത്ത് മാത്രമേ പിശാചിൻ്റെ ശക്തി പൂർണ്ണമായിട്ടും മനുഷ്യരിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയുള്ളൂ. അതുവരെയും നമുക്ക് അതിൻ്റെ മേൽ വിക്ടറിയാണ് കിട്ടുന്നത്, അതിൻ്റെ മേൽ ഒരു വിജയം കിട്ടും. ഇനി പിശാച് ആവശ്യിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നത് അവരുടെ പ്രവർത്തന ശൈലി കണ്ടിട്ടാണ്. ഈ പ്രവർത്തന ശൈലി തിരിച്ചറിയാനായിട്ട് നമുക്ക് ഒത്തിരിയേറെ വിവേചനാശക്തി വേണം, പ്രാർത്ഥന വേണം, ഒരുക്കം വേണം, പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശം വേണം. അതുകൊണ്ട് അങ്ങനെയുള്ള കഴിവുള്ള അല്ലെങ്കിൽ ദൈവം കൃപ കൊടുത്ത ഒരു വൈദ്യന് മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ, വേറെ ആർക്കും തിരിച്ചറിയാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ അത് മാനസിക രോഗമായിട്ട് ചിത്രീകരിക്കാം, മാനസിക രോഗം ആയിരിക്കുകയും ചെയ്യാം. പക്ഷേ പ്രഗത്ഭനായ അല്ലെങ്കിൽ പരിചയസമ്പന്നനായ ഒരു എക്സോർസിസ്റ്റിന് ഇത് പിശാചിൻ്റേതാണോ മാനസിക രോഗമാണോ എന്ന് തിരിച്ചറിയാനായിട്ട് ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. അത് വിവേചനാശക്തിയുടെ ഭാഗമാണ്, വേറെ ആർക്കും അത് കിട്ടുകയില്ല. അത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനം മൂലം അല്ലെങ്കിൽ അത് അവരുടെ പ്രവൃത്തി മൂലമൊന്നും നമുക്കങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഒരു പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ അത് മാനസിക രോഗത്തിൻ്റെ ഭാഗമാകാം, പിശാചിൻ്റെ ഭാഗമാകാം. പക്ഷേ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒരു വിവേചന വരം അവിടെ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. അങ്ങനെ മനസ്സിലാക്കാനായിട്ട് ഈ എക്സോർസിസ്റ്റ് ഉപയോഗിക്കുന്ന ചില രീതികളാണ്, ഇവരറിയാതെ തന്നെ ഒരു ക്രൂശിത രൂപം കൊണ്ട് പുറകിൽ വയ്ക്കുകയോ അവർ കാണാതെ എവിടെയെങ്കിലും വയ്ക്കുകയോ ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് അസ്വസ്ഥത ഉണ്ടാകുകയാണെങ്കിൽ അവരിലൊരു തിന്മയുടെ പ്രവൃത്തിയുണ്ട്. അതല്ലെങ്കിൽ ഇവർ ഈ ചെയ്യുന്ന രീതികളുടെ ചില പ്രത്യേകതകൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇത് മാനസികമാണോ അല്ലെങ്കിൽ പൈശാചികമാണോ എന്നറിയാൻ പറ്റും. അതിനൊരു പ്രത്യേക മാനദണ്ഡങ്ങളൊന്നുമില്ല. കാരണം പിശാചിൻ്റെ ആവാസം വഴി ഉണ്ടാകുന്ന മാനിഫെസ്റ്റേഷൻസും മാനസിക രോഗം വഴി ഉണ്ടാകുന്ന മാനിഫെസ്റ്റേഷൻസും ബാഹ്യലോകത്തിൽ ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ അത് പരിചയസമ്പന്നനായ ഒരു എക്സോർസിസ്റ്റിനെ അറിയാൻ പറ്റുള്ളൂ. ഇനി അദ്ദേഹം ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ശിഷ്യന്മാർക്കും ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് എക്സോർസിസ്റ്റിന് ട്രെയിനിങ് ആവശ്യം ഉണ്ട്. നമ്മൾ ഒരാളെ അല്ലെങ്കിൽ ഒരു വൈദികനെ ഇത് പഠിപ്പിച്ച് എടുക്കണം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും വായിച്ചെടുക്കാവുന്നതോ പഠനത്തിൻ്റെ ഭാഗമായിട്ടോ കിട്ടുന്നതല്ല. അത് ആ പരിശുദ്ധാത്മാവ് നൽകുന്നതും പരിചയത്തിൽ നിന്ന് കിട്ടുന്നതും ആണ്.
അങ്ങനെ കുറച്ച് നാളുകൾ ഒരു എക്സോർസിസ്റ്റിൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്ത് കഴിയുമ്പോൾ വേറൊരു വൈദികനും ഈ ക്രവ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഈ ക്രവ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ട്രെയിനിങ്ങിലേക്ക് അവരെ വിളിക്കുകയുള്ളൂ. ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും പിശാച് അവൻ്റേതാക്കി മാറ്റുമ്പോഴാണോ ഈ ഒരു ദുരാത്മാവ് കയറിയ ഒരു വ്യക്തി എന്ന രീതിയിലേക്ക് മാറുന്നത്? പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, രണ്ട് മനുഷ്യനുണ്ട് തമ്മിൽ, ബാഹ്യ മനുഷ്യനും ആന്തരിക മനുഷ്യനും, ഔട്ടർ മാൻ ഇന്നർ മാൻ. 2 കൊറിന്തോസ് 4:16 വചനത്തിൽ ഈ ഔട്ടർ മാനിൽ മാത്രമേ പിശാചിന് സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ നമുക്ക് 5 സെൻസസ്, നമ്മുടെ മെമ്മറി, വില്ല്, അതുപോലെ ശരീരം, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ആത്മാവിലേക്ക് പിശാചിന് നേരിട്ട് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ആത്മാവിൽ സഭയുടെ പ്രബോധനം അനുസരിച്ച് ആത്മാവിലൊരു വില്ലുണ്ട്, അതുപോലെ ഒരു മെമ്മറി ഉണ്ട്, ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതിൽ മെമ്മറി ഭാഗത്ത് ഈശോമിശിഹാ വസിക്കുന്നു, ഹൃദയഭാഗത്ത് വില്ലിൻ്റെ ഭാഗത്ത് പിതാവായ ദൈവം വസിക്കുന്നു, അരൂപിയുടെ ഭാഗത്ത് ആത്മാവിൻ്റെ ഒരു അരൂപിയുണ്ട്, ഈ അരൂപിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. ഇവിടെ ഒരാത്മാവിൽ ദൈവത്തിൻ്റെ പൂർണ്ണമായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഒരാത്മാവിലേക്ക് പ്രവേശിക്കാനായിട്ട് പിശാചിന് അസാധ്യമാണ്. എന്നാൽ ഈ ബാഹ്യ മനുഷ്യൻ തൻ്റെ തീരുമാനം അനുസരിച്ച് ഒരു തീരുമാനം എടുക്കുകയാണ്, അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് തീരുമാനം എടുക്കുന്നു, ഞാൻ എൻ്റെ ആത്മാവിനെ പിശാചിനായിട്ട് കൊടുക്കുന്നു, ഈ പിശാചിന് ഞാൻ നൽകുകയാണ് എന്ന് ബോധത്തോടു കൂടി ഒരാൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ അവരവരുടെ ആത്മാവിനെ പിശാചിന് വിറ്റു. അപ്പോൾ ഇവരുടെ ആത്മാവിനെ കൂടി ഈ പിശാചിന് പൊസസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ആളുകൾ ഫ്രീ മേസൺസ് ഉണ്ട്, അവർ ലൂസിഫർ ആരാധനക്കാരാണ്. അതുപോലെ ഇല്ലൂമിനാന്തി ഗ്രൂപ്പുണ്ട്. ഇപ്പോഴത്തെ ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ ന്യൂ ഏജ് മൂവ്മെൻറ്റ്. ഇവരൊക്കെ ബോധപൂർവം പിശാച് തൻ്റെ ആത്മാവിനെ വിറ്റിരിക്കുന്നവരാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മാത്രമേ ആത്മാക്കളെ പിശാചിനടുത്ത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ ബാഹ്യ മനുഷ്യനെ മാത്രമേ തൊടാനായിട്ടോ അല്ലെങ്കിൽ ആവശ്യിക്കാനായിട്ടോ പറ്റുകയുള്ളൂ. ഈ ബാഹ്യ മനുഷ്യൻ്റെ പ്രവൃത്തികൾ പിശാചിനാൽ നയിക്കപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ആന്തരിക മനുഷ്യനൊരു ആഗ്രഹമുണ്ട്, ഈ ബാഹ്യ മനുഷ്യനെ ഒന്ന് മോചിപ്പിച്ചെടുക്കണം. അവരുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, ഇങ്ങനെ ചെയ്യരുത്, പിശാചിന് അടിമയായി പോകരുത്. പക്ഷേ അവർക്ക് അതിൽ നിന്ന് മോചനമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ടവർ ആവശ്യപ്പെടുമ്പോൾ മാത്രമേ എക്സോർസിസം പ്രാർത്ഥന ചെയ്യുകയുള്ളൂ. അവരുടെ ഒരു സമ്മതം, അല്ലെങ്കിൽ ഒരു സമ്മതപത്രം നമ്മൾ എഴുതി വാങ്ങിക്കും. അവരുടെ മാതാപിതാക്കന്മാരുടെയോ ബന്ധപ്പെട്ട ആളുകളുടെയോ വേണ്ടപ്പെട്ടവരുടെയോ ഒരു സമ്മതപത്രം കിട്ടും. അല്ലെങ്കിൽ ഇവർ തന്നെ ആവശ്യപ്പെടും, എൻ്റെ പ്രവൃത്തി ഇങ്ങനെയാണ്, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല, ഞാൻ അമിതമായിട്ട് കുടിക്കുന്നു, അമിതമായിട്ട് വ്യഭിചാര ചിന്തകളിലേക്ക് പോകുന്നു, വ്യഭിചാരം ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തോന്നുകയാണ്, എനിക്കതിൽ നിന്ന് മോചനമില്ല. അപ്പോൾ അതൊരു ഒബ്സഷനായി, അല്ലെങ്കിൽ അതൊരു പൊസഷനായി. പൊസഷൻ വരുമ്പോൾ ബാഹ്യ മനുഷ്യനെ മാത്രമേ പൊസസ് ചെയ്യാൻ പറ്റുള്ളൂ, ആന്തരിക മനുഷ്യനെ പൊസസ് ചെയ്യാൻ പറ്റുകയില്ല. എന്നാൽ ആന്തരിക മനുഷ്യനെ ബാഹ്യ മനുഷ്യൻ വിറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ അവിടെയും പിശാചിന് കയറി പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അവരെ മോചിപ്പിക്കാൻ നമുക്ക് കൂടുതൽ പ്രാർത്ഥനകളും കൂടുതൽ പ്രാവശ്യം എക്സോർസിസം പ്രാർത്ഥനയും ചെയ്യേണ്ടതായിട്ട് വരും. ബാഹ്യ മനുഷ്യനിൽ മാത്രമേ ആവാസമുള്ളൂ എങ്കിൽ വളരെ എളുപ്പം നമുക്ക് അവരെ മോചിപ്പിക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ ആന്തരിക മനുഷ്യനിലേക്ക് ഈ ഒരു പിശാച് കയറുമ്പോൾ അവിടെ പിന്നെ ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം നഷ്ടപ്പെടുകയാണ് പൂർണ്ണമായും. ദൈവത്തിൻ്റെ പൂർണ്ണമായ സാന്നിധ്യം ആത്മാവിൽ നിന്ന് നഷ്ടപ്പെടുന്നില്ല. പക്ഷേ ആ ഒരു ഫാക്കൽറ്റി, ആത്മാവിൻ്റെ ഫാക്കൽറ്റികളോടുകൂടി പിശാച് ആ ഫാക്കൽറ്റികളെ പിശാചെടുത്ത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. പക്ഷേ ഒരു എക്സോർസിസം പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിടുതൽ കിട്ടുമ്പോൾ അവർക്ക് പഴയ സ്ഥിതിയിലേക്ക് വരാനായിട്ട് സാധിക്കും. പൂർണ്ണമായിട്ടും ദൈവം ഒരു മനുഷ്യനിൽ നിന്ന് പിൻവാങ്ങി പോകുന്നില്ല, പക്ഷേ ദൈവിക പ്രവൃത്തികൾ നിർവീര്യമാക്കപ്പെടുകയാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ റോമ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 13-ാം വചനം, ആന്തരിക മനുഷ്യൻ ബാഹ്യ മനുഷ്യനെ കീഴടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം, നിങ്ങളുടെ ജീവനുണ്ട്. ബാഹ്യ മനുഷ്യൻ ആത്മാവിനെ നയിക്കരുത്. ആത്മാവിനാൽ നയിക്കപ്പെടുകയാണെങ്കിൽ, ബാഹ്യ മനുഷ്യനെ നിങ്ങൾ നിയന്ത്രിക്കുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ മരണപ്പെട്ടവരാണ്, പിശാചിന് അടിമപ്പെട്ടവരാണ്.